വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രത്തിൻ്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും പിതാവാം ദൈവം തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്തു. ആ പുത്രനിലൂടെ നമുക്ക് ലഭിച്ച സമാധാനം, സന്തോഷം, സ്നേഹം പിതാവ് പുത്രനിലൂടെ നമുക്ക് നൽകിയത് ഈ ലോകത്തിലുള്ള സകല മാനവ രാശിക്കും വേണ്ടി. ഇന്ന് ക്രിസ്തു മൂലം അല്ലെങ്കിൽ യേശു കർത്താവ് മൂലം നമുക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷം, സമാധാനം, ആ സ്നേഹം നമുക്ക് നൽകിയ പിതാവിൻ്റെ കൃപ, നമുക്ക് കിട്ടിയ ഈ സന്തോഷത്തെ അനേകരിലോട്ട് കൊടുക്കുവാൻ ഈ വചനം നിങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഈ വചനം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവം നിങ്ങളിൽ തന്നിരിക്കുന്ന സമാധാനത്തെ ഇരുട്ടിൽ കഴിയുന്ന ലോകത്തിൻ്റെ പാപമോഹങ്ങളിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കുവാൻ, നിങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്നേഹത്തെ അവർക്കും കൊടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആ സ്നേഹത്തിൽ അവർ പങ്കാളികളാകുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് ഈ വചനം ആ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രനിലൂടെ നമുക്ക് ലഭിച്ച ഈ സന്തോഷം അനേകരിലെത്തുവാൻ ഈ 2024 ജൂലൈ മാസം 20-ാം തീയതി ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.